ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, ചായയൊക്കെ കുടിച്ച് ചെറിയൊരു ചെറുകടിയൊന്നും ഇട്ടോ, അതുകൊണ്ട് ഇപ്പം തന്നെ വിശക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാണിയാക്ക് പറഞ്ഞു നമുക്ക് മുറ്റത്തെ പുല്ലൊക്കെ പറിച്ച് ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പുല്ല് പറിക്കുന്ന ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മഴയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ. അപ്പോഴാണ് കുറേ ദിവസമായി കുഞ്ഞാണിയൊക്കെ ചക്കൻ്റെ ചവണി പൊരിക്കുക എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ചക്ക ചവണി പൊരിച്ചാൽ അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ അതിൻ്റെ റെസിപ്പി നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത് മഴ ചാറാൻ തുടങ്ങി. ഞാൻ അയലും വെള്ളതൊക്കെ എടുത്ത് പുറത്തേക്ക് തന്നെ കൊണ്ടുവന്നിടാൻ തുടങ്ങി. ഞാനെടുത്തതോടുകൂടി മഴ ചാറലും പോയിട്ടോ. ഇനിയിപ്പോൾ ഏതായാലും ഇത് വെയിലത്തേക്ക് കൊണ്ടുപോകണം. നമുക്ക് ചക്ക ചവണി പൊരിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ചക്കൻ്റെ ചോളയൊക്കെ പറിച്ചെടുത്തിട്ടുള്ള മടലാണ്. മടലും വന്ന് നല്ല വണ്ണല്ല ചവണിയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ചക്ക കൂട്ടാൻ വെക്കണീലും നമുക്ക് ചവണി ഇടാം. അപ്പോൾ ഈ ചക്കൻ്റെ കുറച്ച് അത്യാവശ്യം വലിയ ചവണിയാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ചവണി നമുക്ക് പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. കൂട്ടാനിലും ഇടാം കേട്ടോ, കൂട്ടാനും ടേസ്റ്റ് തന്നെയാണ്. കുഞ്ഞു ചവണിയാണെങ്കിലും പൊരിക്കുക. ചക്കൻ്റെ ഒന്നും നമുക്ക് കളയാനില്ല. അപ്പോൾ ഇങ്ങനെയുള്ളത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കാത്തവരും ഉണ്ടാക്കി നോക്കോണ്ടി. ഇതെങ്ങനെയാണ് പൊരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കറുമുറേ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അത് പൊരിക്കണേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചക്ക ചവണി ഞങ്ങൾ സ്ഥിരമായിട്ട് അറിയും പോലെ ചക്കക്കൂട്ട ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ അതിന് വലിയ ചവണിയൊക്കെ പറിച്ചെടുത്തിട്ട് ചെറുതും ഒക്കെ കൂട്ടിയിട്ട് പൊരിക്കലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് ഒരു പ്ലേറ്റ് നിറച്ച് ചവണി എടുത്തിട്ടുണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട്. ഒരു പാത്രം എടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. എന്നിട്ട് ഇത് നമുക്ക് മസാലയൊക്കെ കൂട്ടി പൊരിക്കണമല്ലോ. അപ്പോൾ അതിനിതാ ഞാനൊരു പാത്രത്തേക്ക് ചക്കൻ്റെ ചവണി കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യണം. പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വലിയ ചുളൻ്റെ അത്ര പോകുന്ന ചവണിയൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ചീന്തി കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ ചീന്തണമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി എരിവിന് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള അത്ര മുളക് പൊടി ഇടാം കേട്ടോ. നമുക്ക് കോൺഫ്ലവർ പൊടി വേണമെങ്കിൽ ഇടാം, അരിപ്പൊടി വേണമെങ്കിൽ ഇടാം. കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കായം പൊടിച്ചത് നമുക്ക് സാമ്പാറിലൊക്കെ ഇടുന്ന കായം പൊടി ഇല്ലേ, ആ കായം പൊടി പൊടിച്ചത് ഇതാ കണ്ടോ. കുറച്ച് കുറച്ച് മൈദ 2 ടീസ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ്, കോൺഫ്ലവർ പൊടി ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടുകൊണ്ടിട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് വെള്ളം കുറച്ച് മാത്രം. ഇവിടെ കോൺഫ്ലവർ പൊടി തീർന്നിട്ടുണ്ട്. അപ്പോൾ മൈദപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പിട്ടിട്ടാണ് ഇപ്പോൾ ഞാനത് മിക്സ് ചെയ്യുന്നത്. കായം പൊടിയും പൊടിച്ചതും കൂടി കൂട്ടിയിട്ടോ. കായം പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മൈദപ്പൊടി, ഇത്രയും സാധനങ്ങൾ പൊടിച്ച് ഇതൊന്ന് തിരുമ്പിയിട്ട് ഉപ്പ് പാകമാകണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ച് ക്രിസ്പി ആയിട്ട് നിൽക്കാം കേട്ടോ. കറുമുറു വിശക്കണുണ്ട്. ഇപ്പം ഒന്ന് രാവിലെ കടിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. അവില് ചായയിലിട്ടുങ്ങാണ്ട് കുടിക്കുക ചെയ്തത്. അത് വിശന്നിട്ടുണ്ട് കേട്ടോ. 10-11 മണി ആവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശന്നിട്ട് നിൽക്കാൻ വയ്യത് പൊരിച്ചിട്ട് കഴിക്കാലോ വിചാരിച്ചിട്ടാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ എണ്ണക്കടികളൊന്നും ഉണ്ടാക്കലില്ല. പൊരിക്കുകയാണെങ്കിൽ തന്നെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ മാത്രമേ പൊരിച്ചുണ്ടാക്കലുള്ളൂ കേട്ടോ. മൈദ അതുപോലുള്ളതൊന്നും ഉണ്ടാക്കലില്ല. ഇതിപ്പോൾ മൈദ ഇതിൽ ചേർത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളക്കെത്തിച്ചിട്ടാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാനിത് അങ്ങോട്ട് പൊരിക്കാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും കേട്ടോ. കാരണം ചവണിൻ്റെ ഉള്ളിൽ പൊള്ളയാണേ. അതുകൊണ്ട് പെട്ടെന്ന് ഇത് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഉപ്പൊക്കെ പാകത്തിനാണെങ്കിൽ ഇത് കറുമുറേനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായ കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊരു പേപ്പർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. മറ്റേത് എണ്ണയൊക്കെ അത് കുടിക്കുമ്പോഴേ അതിലുള്ള എണ്ണയൊക്കെ പേപ്പറിലേക്ക് വലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കരണ്ടിഞ്ഞ് പോകില്ലാന്ന് തോന്നുന്നുണ്ട്. വളക്ക് കെട്ടി ഞാൻ ഇനി കുറച്ചും കൂടെ പുല്ല് പറിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത് കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള പുല്ലും കൂടി പറിക്കാൻ. കുറച്ച് കാന്താരി മുളക് ഉണ്ടായ്മേ, അതൊന്ന് പറിക്കണം, അതൊന്ന് സുർക്കിയിലിടണം. അങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ഞായറാഴ്ച ലീവുള്ള ദിവസമാണ്. ഇപ്പോൾ ലീവുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാറുണ്ട്. ഞാൻ അതിന് റിപ്ലൈ തരാറുണ്ട്. കുറേ ആൾക്കാർ നമ്പർ ചോദിച്ചിരുന്നു.
നമ്പർ തന്നിട്ടുണ്ട്. അപ്പം എന്നെ വിളിച്ചു. പിന്നെ എന്താ പറയുക, പാണ്ടിക്കാടുള്ള ഒരു കമലമ്മ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമലമ്മക്ക് ഹായ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഉപ്പൊക്കെ പാകം, കായപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചക്ക കിട്ടുമ്പോൾ ചവിണി കളയണ്ട, ചവിണി പൊരിച്ച് നോക്കോണ്ടി. ഞങ്ങൾ ഇങ്ങനെ ചവിണി ഇല്ലെങ്കിൽ ചക്കൻ്റെ ചോള ഇതുപോലെ ചെറുതാക്കിയിട്ട് പൊരിച്ചെടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് ഈ ചവിണി ഉണക്കിയിട്ട് പൊരിച്ചെടുക്കുക. എന്തെല്ലാം വിഭവങ്ങൾ ചക്ക കൊണ്ട് ഉണ്ടാക്കുക. ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുക. കുറച്ച് കറിവേപ്പിൻ്റെലയും ഒക്കെ അതിൽ കൂട്ടി പൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്. അപ്പോൾ അതാ പൊരി കഴിഞ്ഞ് പുല്ല് ബാക്കി കുഞ്ഞാണിയാക്കാനും കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ചക്ക പൊരിച്ചതൊക്കെ തന്നില്ലേ, ചവിടി പൊരിച്ചിട്ട് വേഗം എൻ്റെ ഒപ്പം പുല്ല് പറിക്കാൻ കൂടി ബാക്കിയുള്ളത് പറഞ്ഞിട്ട് കുഞ്ഞാണിയാക്കാനും വലിച്ച് കൊണ്ടുവന്ന് പുല്ല് പറി കഴിഞ്ഞ് മുറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി. ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി കാന്താരി മുളകുമ്പോൾ കുറച്ച് കാന്താരി ഉണ്ട്, എൻ്റെ കുരുമുളകുമ്പോൾ കുറച്ച് കുരുമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിനൊരു സമാധാനം. ഈ മഴ ആയതുകൊണ്ട് തൊട്ടിലൊക്കെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ കുറഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞു. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവും. വൈകുന്നേരം വരെ പണി ഉണ്ടാവും. കാരണം ആഴ്ചയിലൊരു ദിവസമൊക്കെ അല്ലേ നമുക്ക് ലീവുള്ളൂ. ഇത് നമ്മളെ കുറ്റിക്കുരുമുളകാണ്. അപ്പോൾ ഇതാ കാന്താരി മുളക്, അത് പറിച്ച് ഇനി സുർക്കിയിലിടണം, അച്ചാറിടാനിൽ കൂട്ടണം. കണ്ടോ നല്ല ചീരുമുളക് അറിയുന്ന കാന്താരി മുളക്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.